ഞങ്ങൾ ജസ്റ്റ് ഒരു 10 മണിയായി വീട്ടിലേക്ക് ഒന്ന് വന്നു. കാരണം ഞങ്ങളുടെ ഗ്രൂം ട്യൂബിയുടെ കേക്ക് കാര്യമൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ കാക്കും ഞങ്ങളും തന്നെ ഇട്ട വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കാക്കുൻ്റെ ഫ്രണ്ട്സ് റൂം എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. പേരവർ കേക്കാത്തോ കാക്കും പോയി കിട്ടും. ഹായ് ഹലോ, ജൂൺ 1 എൻ്റെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാനിത് ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു ക്ലിപ്പൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മൾ മാക്സീസാണ് ഇടുന്നത്. എങ്കിലും ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എടുത്തക്കാലൊക്കെ ശരിക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു വൈറ്റ്, പിന്നെ ഒരു യെല്ലോ തക്കാലത്തിൽ. അപ്പോൾ കുളി കഴിഞ്ഞിടാനും മാറ്റാനും. പിന്നെ ഹാദിൻ്റെ ഡ്രസ്സ്, ഹയമോളെ ഡ്രസ്സ്, ഇത് കല്യാണത്തിൻ്റെ ആണ്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഇന്നിടാതെ ഇതൊക്കെ ഒന്ന് ലെവലാക്കി വെക്കണം. കാരണം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോഴുള്ളൂ ശരിയാക്കാൻ പറ്റുക. ഇപ്പോൾ ഏകദേശം സമയം 10 മണി ആവാനായിട്ടുണ്ട്. 11 മണി ആകുമ്പോഴത്തേന് വരും അമ്മയോളും കാര്യമൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് പണിയൊക്കെ കൊണ്ട് തീർക്കാൻ എഴുതിയിട്ടാണ്. കാരണം ലഞ്ചിടണം. ഇന്നലെ ഇട്ടിട്ട് ഞാൻ ആകെ ആൽക്കുൽക്കാക്കി. ഇപ്പോൾ തോന്നുന്നുണ്ട് ഉണ്ടിരുന്നില്ല എന്ന്. പിന്നെ പറയാം ആരെങ്കിലുമൊക്കെ കണ്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടത് മോഡൽ വയ്ക്കുന്നു. എന്താ ചെയ്യുക, നമ്മളിപ്പോഴും പഴയ 19th കിട്ടുക തന്നെയാണ്. നമ്മുടെ കല്യാണ വിശേഷം തുടങ്ങാൻ പോകുന്നു. താത്ത എന്തൊക്കെയോ ബാണ്ടക്കെട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണം തലേ ദിവസമാണ്. താത്ത ഇന്നും നല്ല വരുന്നുണ്ട്. ഇന്നലെ മിന്നാടൊക്കെ വന്നു പോയി നിൽക്കുകയായിരുന്നു. മലയാക്ക 2 ദിവസമായിട്ട് മലയാക്ക വന്നിട്ട് മക്കള് താത്ത ചോക്ലേറ്റ് ഒക്കെ ഇതാക്കാം കേട്ടോ. സംഭവം ഞങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ കേക്ക്, പക്ഷെ ഞങ്ങൾക്ക് ഫിനിഷിങ്ങിലാണ് പണി. കേക്കൊക്കെ ടേസ്റ്റാണ്, പക്ഷെ കേക്ക് മസാല കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സ്വയം പൊട്ടി പോലെ കുഴപ്പമില്ല. ഫിനിഷിങ്ങിനാണ് കുഴപ്പം. അതിൽ വേഗം ആക്കട്ടെ. താത്ത അങ്ങനെ എൻ്റെ കൈ മാക്സിമം കൊളാക്കി തരുന്നുണ്ട്. ചെറിയ മാമനും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ രണ്ടാമത്തെ മാമനും എത്തിയിരിക്കുന്നു. അടുത്ത അമ്മായി എത്തിയിരിക്കുന്നു. എല്ലാരും ഉള്ളി വന്നിട്ട് സമയം 5 മണി ആയിട്ടും ആരും ഉള്ളി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളെ കഴിക്കണം. അപ്പൊ മൂത്തമ്മ പിന്നെ അതിന്റെ കൈമുറി കെട്ടായിട്ട് കുത്തിരിക്കുന്നുണ്ട്. സമയം മൂത്തമ്മ ലോട്ടറി അടിച്ച്. അല്ല, അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഓഡിറ്റോറിയത്തൊക്കെ പോവാന്. അപ്പൊ എല്ലാരും അളിയന്മാരൊക്കെ പോയി എടുത്താൽ ഉള്ളി തൊളിക്കുകയാണ്. ഓഡിറ്റോറിയത്തിൽ പോണെങ്കിൽ ഇത് വേഗം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകാൻ. രാത്രിയായി. ഏകദേശം സമയം എത്രയായി? ഇത്രയും നോക്കട്ടെ. ആദ്യം ടൈം 7:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ആരൊക്കെ വന്നിക്കണമെന്ന് അറിയില്ല. അപ്പൊ കാക്ക് പോയി ആദ്യം. പുതിയാപ്പിള ദമ്മമ്മ. അമ്മായിക്ക് ഡ്രസ്, മൂത്തമ്മക്ക് ഡ്രസ് കോഡില്ല. മൂത്തമ്മ കൈയും വെച്ച് കാത്തിരിക്കും. അപ്പൊ ഇതാ പിടിച്ചിട്ടാണ് മലയാളൊക്കെ അതേ മാറ്റുന്നു. എല്ലാവരും ഇവിടെ മാറ്റി നിൽക്കുന്നു. അവിടെ മൂത്തളിയൻ അപ്പുറത്തെ റൂമിൽ മമ്മി മാറ്റുന്നു. അപ്പോൾ അതങ്ങനെ കാറിൽ വല്ലാത്തയും കുഞ്ഞാത്തിയും കാക്കും ഉമ്മിയും പോയി. ഇപ്പം അളിയാക്കാൻ്റെ ഒപ്പം പോയി. ഞാനതപ്പം എൻ്റെ മാപ്പിള കാക്ക ബൈക്ക് കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ബ്രേക്കില്ലേ 500 മീറ്ററുള്ള ഇവിടുന്ന് ഓഡിറ്റോറിയത്തിൽ. ഞാൻ കേട്ടേക്കാം. ഞങ്ങൾ ദണ്ഡി ഓഡിറ്റോറിയത്തിലോട്ട് എത്തി. ഇവിടെ കാക്കു എത്തിച്ചു. നമ്മളെ ഗ്രൂം ട്യൂബിൻ്റെ സാധനം എടുത്തോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ചോദിച്ചു നോക്കണം. അത് എടുത്തിട്ടുണ്ടോ? ഇതാണ് ഞങ്ങളുടെ വെള്ളയും വെള്ളയിലെ ഡ്രസ്സ്. താത്താവാ. അപ്പം അത് സ്റ്റേജ് ഡെക്കോറൊന്നും ആയിട്ടില്ല. ഡെക്കോറൊക്കെ ആവുന്നില്ല. എല്ലാവരും വരിവരിക്ക് ഇരിക്കുന്നുണ്ട്. നോക്കി നേരണ്ട. അതിൻ്റെ അയമോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അയമോളെ മാനേജ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. ഓരോ ഫുഡ് സെറ്റ് ചെയ്യണം. കാരണം നാളെ ഞങ്ങളെ കൊണ്ട് എന്താ താത്ത കാട്ടിയ വയ്യ. താത്ത ആയിക്ക് വയ്യ. അയമോളത്തെ അപ്പൻ്റെ ഒപ്പം ഫുഡ് നോക്കണം. ഇത് വല്ലാത്ത അടുത്ത ഡ്രസ്സാട്ടോ മക്കളൊക്കെ. അതവിടെ ഫുഡ് സംഭവം ശരിയാക്കി. ഞങ്ങളുടെ ഡ്രസ്സ് താത്തട്ടേക്കുന്നത് കണ്ടല്ലോ. ഇത് ഈ വൈറ്റ് ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. നല്ല ഭംഗിയുണ്ട്.
മൂത്തമ്മ, ഉമ്മ, 3 മാമന്മാർ. അവരാദ്യം തന്നെ ഫോട്ടോ തുടങ്ങി കഴിയും. മൂത്തമ്മയുടെ കയ്യിന് വയ്യാത്തോണ്ട് കേട്ടോ ഒന്നുണ്ടാകുന്നേ. അങ്ങനെ പർദ്ദക്കട നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പ, മൂത്താപ്പ, 3 മരുമക്കൾ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ കുറച്ച് ഡാൻസ്, പാട്ട്, ആ ഒരു സംഭവത്തിലേക്ക് കടക്കുകയാണ്. 10 മണിയാകുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു 10 മണിയായി വീട്ടിലേക്ക് ഒന്ന് വന്നു. കാരണം ഞങ്ങളുടെ ഗ്രൂം ട്യൂബിയുടെ കേക്ക് കാര്യമൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ കാക്കും ഞങ്ങളും തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കാക്കുൻ്റെ ഫ്രണ്ട്സ് റൂം എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. പേരവർ കേക്കാത്തോ കാക്കും പോയി കിട്ടും. അപ്പോൾ അത് ഞങ്ങൾ ഡെക്കോറിന് വേണ്ട, ഡെക്കോറിനല്ല ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ ഉണ്ടാക്കിയ കേക്കാട്ടോ അത്. എന്തോ ഒരു സാധനം കണ്ടു. അരിപ്പ അവിടെ ഉണ്ടാവും. താത്താരി നോക്ക്. അത്ര വശം കണ്ടോ? കുറച്ച് വെട്ടില്ലേ? നീ വെട്ട് പിടിച്ചണ്ടേ? നല്ല കൈ കൂട്ടിക്കോ. എത്ര വെട്ടി കൊള്ളുവോ? നീ കാര്യം ചെയ്യും. സൈഡിൽ 3 വധ കിട്ടും. ഇത് ശരിക്കും ക്ലാസ്. ഇത് മതി. ഇതെല്ലാം മേറ്റ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പോകും. കഴിഞ്ഞു. അതെല്ലാം മേശ ഉണ്ട് ജംഷിയെ. ഇക്കറിയില്ല മേശ കാക്കോന്ന് എടുത്തോ പേരിന്ന്. ഞാനത് അവനോട് അപ്പ ചോദിച്ചത് അവിടെ പിന്നെ അതിന്റെ ഗ്രൂം ട്യൂബിന്റെ ഒക്കെ എടുത്തോ? ബ്ലൂടൂത്ത് എടുക്കട്ടെ. ബ്ലൂടൂത്തോ കൈ കൊടുക്കൽ ഇത്രയും ചെയ്യാൻ കൈ കൊടുക്കാൻ. അങ്ങനെ ദേ രാത്രി ഒരു 10 മണി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സെറ്റും മൈക്കൊക്കെ അവർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം ആളും വളക്കെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ പ്ലാൻ ഇതൊന്നും നടന്നിട്ടില്ല. ഷോക്കാണെങ്കിൽ തിരിച്ചു വരാം. അല്ല അങ്ങനെ പാട്ടും ഡാൻസും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ എല്ലാവർക്കും പാടെ നിൽക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ എടുത്തുന്നൊരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് ഞങ്ങളൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അല്ല, ഇത് ഞങ്ങൾ 2 ഫാമിലി, എൻ്റെ ഫാമിലി പിന്നെ അളിയാക്കി, പിന്നെ ഇക്കാൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ നിന്ന് ബ്രദറിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കേട്ടോ. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കല്യാണത്തിൻ്റെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നമ്മുടെ മാക്സിസിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും എടുത്ത് വെച്ചതല്ലേ, അപ്പോൾ ഒരു ഓർമ്മയ്ക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. എന്തായാലും ഒരുപാട് പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോന്ന് ചെയ്തത്. പക്ഷേ ടൈമിങ് അത് പിഴച്ചു പോയി ഗൈസ്.